ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ തുടർമാനമായി പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ, പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. ഇന്ന് നാം വീണ്ടും ലേഖനങ്ങളിലൂടെ പ്രാർത്ഥനയെക്കുറിച്ച് അപ്പോസ്തലന്മാർ ഓർപ്പിച്ച ചില ഭാഗങ്ങളും കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഓർപ്പിച്ച ചില ഭാഗങ്ങളും ചിന്തിച്ച് വേഗത്തിൽ ഒരു ധ്യാന ചിന്ത കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവം ദൈവകരങ്ങളായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദൈവവചന ഭാഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ മാറുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ ധാരണകൾ, നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ, ഇതിൻ്റെ മേലെല്ലാം സമൂല പരിവർത്തനം പരിശുദ്ധാത്മാവ് വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്നിച്ച് അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ഈ ചുരുക്കം മിനിറ്റുകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. യോഹന്നാന്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതിനാൽ എന്തു ചോദിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ദൈവവചനത്തിൽ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നവൻ എന്തു ചോദിച്ചാലും അവന് കൊടുക്കും. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവവചനത്തിൽ പലപ്പോഴും നാം ദൈവവചനം വായിക്കാറുണ്ട്. പക്ഷെ ദൈവവചനം വായിക്കാനുള്ളതല്ല, ദൈവവചനം ധ്യാനിക്കാനുള്ളതാണ്. കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ വെച്ച് ഒരിക്കൽ നടന്ന ഒരു മീറ്റിങ്ങിൽ അന്നത്തെ സമയത്ത് മർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത ഇപ്രകാരം ചോദിച്ചു, ആ ഓഡിയൻസിനോട് ഇങ്ങനെ ചോദിച്ചു: നിങ്ങളിൽ മലയാള മനോരമ വായിക്കുന്ന എത്ര പേരുണ്ട്? അപ്പോൾ മിക്കവാറും പേര് വായിക്കാത്തവരോട് കൈപോക്കി. കാരണം മാമൻ മാപ്പിള ഹാളിലാണ് ഇരിക്കുന്നത്, മനോരമയുടെ ഒരു ഫംഗ്ഷനാണ്. വീണ്ടും അദ്ദേഹം ചോദിച്ചു: നിങ്ങൾ ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ചിലർ കൈപോക്കി. അപ്പോൾ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ബൈബിൾ വായിക്കരുത്. നിങ്ങൾ മനോരമ വായിക്കണം, നിങ്ങൾ ബൈബിൾ വായിക്കരുത്. സദസ്സ് നിശബ്ദമായി സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇനി എന്താണ് ഈ ഇടയശ്രേഷ്ഠൻ പറയാനിരിക്കുന്നത്. കാരണം ക്രിസോസ്റ്റം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ സ്വർണ്ണനാവെന്ന. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഒത്തിരി നുറുങ്ങുകൾ പറഞ്ഞിട്ടുണ്ട്, ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ ഗൗരവത്തോടെ ഇങ്ങനെ പറഞ്ഞു: ബൈബിൾ വായിക്കാനുള്ളതല്ല, അത് ധ്യാനിക്കാനുള്ളതാണ്. നമ്മൾ ഈ ദൈവമക്കളുടെ ഇടയിൽ നാം തിരുവചനം വായിക്കുന്നവരാണ്. എന്നാൽ നാം ധ്യാനിക്കാത്ത ഒരു ദൈവവചന ഭാഗം പോലും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തില്ല. പ്രൈസ് ഗോഡ്. വചനം അത് ഏതു നിലയിലും പ്രവർത്തിക്കുന്നതാണ്. ഈ വചനത്തെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ സമവീക്ഷണ സുവിശേഷങ്ങളിൽ വചനത്തെ വിത്തിനോടാണ് ഉപമിക്കുന്നത്. സീഡ്. ഈ വിത്തിനൊരു പ്രത്യേകതയുണ്ട്. വിത്ത് ഏത് നിലത്തിട്ടാലും വിത്ത് കിളിർക്കും, പക്ഷെ ഫലം തരണമെന്നൊന്നുമില്ല. അതൊരു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി നിലത്ത് വീണാൽ അത് കിളിർക്കും, പക്ഷെ അതിന് വിളവ് കിട്ടണമെന്നില്ല. കിളിർത്തത് കൊണ്ട് വിളവ് കിട്ടണമെന്നില്ല. എന്നാൽ ഒരുക്കപ്പെട്ട നിലത്ത്, പ്രത്യേകമായി അതിനുവേണ്ടി ഒരുക്കപ്പെട്ട കട്ടകളും കല്ലും ഉടച്ചു മാറ്റി പ്രത്യേകമായി ഒരുക്കപ്പെട്ട നിലത്താണെങ്കിൽ അത് ഫലം കൊടുക്കും. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം. ദൈവവചനം വചനമായതുകൊണ്ട് പ്രവർത്തിക്കണമെന്നൊന്നുമില്ല. എന്നാൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന, ഒരുക്കമുള്ള ഹൃദയത്തോടെ അതിനെ സ്വീകരിക്കുന്ന, അതിനെ ധ്യാനിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. ഒരു ഭക്തന്റെ ജീവിതയാത്ര അവൻ്റെ വീണ്ടും ജനന അനുഭവം മുതൽ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഓരോ ദിവസങ്ങളും അത്ഭുതങ്ങളാണ്. ലോകത്തിലുള്ളവർക്ക് പ്രശ്നങ്ങളാണുള്ളത്.
നമ്മെ സംബന്ധിച്ച് അത് പ്രശ്നങ്ങളല്ല, അത് ഓരോ അത്ഭുതങ്ങളാണ്. ആമേൻ. ഞാൻ പിന്നെയും നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മുമ്പിൽ മലകളല്ലുള്ളത്, നമുക്ക് മുമ്പിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലുള്ളത്. ദൈവപ്രവൃത്തിയുടെ ചില സാധ്യതകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആമേൻ. അപ്പോൾ ആ ഒരു തിരിച്ചറിവോടെ ഇന്ന് ദൈവവചനത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ വായിച്ച വാക്യഭാഗം യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണ്. അതിൽ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്തു ചോദിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ഇത് മനോഹരമായ വാക്യമാണിത്. എന്തു ചോദിച്ചാലും കിട്ടും. ആമേൻ. ഈ ദൈവത്തെക്കുറിച്ച് തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ റോമാലേഖനം 9-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. 9-10 അധ്യായങ്ങളിലൊക്കെ കാണാൻ കഴിയും. ആമേൻ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. ആമേൻ. ആ സമ്പന്നൻ എന്നുള്ള പദം നിങ്ങൾ കണ്ടോ? സമ്പന്നൻ ഗ്രീക്കിൽ അതിന് പ്ലൂട്ടോസ് എന്നൊരു പദമാണ്. സമ്പന്നത എന്നുള്ള പ്ലൂട്ടോസ്. ഇനി സമ്പന്നൻ എന്നുള്ള പദം പ്ലൂട്ടോക്രാറ്റ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം ബഹുവിധ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും സമ്പന്നതയുള്ളവൻ. എന്താ ഈ സമ്പന്നന്റെ ലക്ഷണം? നമ്മൾ ഈ ടാറ്റ, ബിർള എന്നൊക്കെ പറയും സമ്പന്നന്മാരുടെ പേര് പറയുമ്പോൾ. അംബാനി, അദാനി, ടാറ്റ, ബിർള എന്നൊക്കെ സമ്പന്നന്മാരുടെ പേരുകൾ നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? ബിൽ ഗേറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ ഈ കോടീശ്വരനും സമ്പന്നനും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈസ് ഗോഡ്. ബൈബിള് നമ്മോട് പറയുന്നത് നമ്മൾ ധനികന്മാരാകരുത്, അതിനുവേണ്ടി ആഗ്രഹിക്കണ്ട, പക്ഷെ സമ്പന്നന്മാരാകണമെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിച്ച് ആകാൻ ആഗ്രഹിക്കണ്ട, മറിച്ച് നിങ്ങൾ വെൽത്തി ആകണം. ഇതാണ് നമ്മളോട് പറയുന്നത്. ഈ സമ്പന്നത എന്ന വാക്കിനും ധനികത എന്ന് പറയുന്ന വാക്കിനും രണ്ട് വ്യത്യാസമാണ് ബൈബിൾ കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷെ നമ്മുടെ ദൈവം സമ്പന്നനാണ്, വലിയ സമ്പന്നനാണ്. എന്താ ഈ സമ്പന്നന്റെ ലക്ഷണം? ബൈബിൾ പറഞ്ഞേക്കുന്ന ലക്ഷണം ഇതാണ്: എന്തു ചോദിച്ചാലും കൊടുക്കാൻ അവൻ്റെ കയ്യിൽ. എന്തു ചോദിച്ചാലും. അത് നമ്മൾ മുമ്പിൽ പേർ പറഞ്ഞ പല സമ്പന്നന്മാരുടെയും കയ്യിലതില്ല. എന്തു ചോദിച്ചാലും തരാൻ അവരുടെ കയ്യിലില്ല. പക്ഷെ അത് നമ്മുടെ അപ്പൻ്റെ കയ്യിലുണ്ട്. ആമേൻ. 2, എത്ര ചോദിച്ചാലും തരണം. എത്ര ചോദിച്ചാലും, എന്ത് ചോദിച്ചാലും നൽകണം. എത്ര ചോദിച്ചാലും നൽകണം. എത്ര അളവ് ചോദിച്ചാലും നൽകണം. പ്രൈസ് ഗോഡ്. 3, ആരൊക്കെ ചോദിച്ചാലും നൽകാൻ കയ്യിൽ കാണണം. ആമേൻ. 4-മത്തെ കാര്യം, എത്ര കൊടുത്താലും ആദ്യമുള്ളതിലൊട്ടും കുറവ് വരരുത്. ഇതാണ് ഒരു സമ്പന്നന്റെ ലക്ഷണം ബൈബിൾ പറയുന്നത്. ഈ ലക്ഷണമുള്ള ഒറ്റ ഒരാളേ ഉള്ളൂ. നിങ്ങൾക്ക് അഭിമാനിക്കാം, അത് നിങ്ങളെ വചനത്താൽ ജനിപ്പിച്ച നിങ്ങളുടെ അപ്പനാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം സമ്പന്നനാണ്. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. ദൈവം തന്നെ അവകാശപ്പെടുന്നു, ആമേൻ, ധനവും മാനവും പുരാതന സമ്പത്തും എനിക്കുള്ളത്, ഞാൻ അത് നിങ്ങൾക്ക് നൽകുമെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ ജീവിതയാത്ര മേൽപോട്ടാണ്, അത് ഉയർച്ചകളിലേക്കാണ്. അതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. എസ്പെഷ്യലി ദൈവിക ശുശ്രൂഷകന്മാരെ കുറിച്ചും ദൈവത്തിൻ്റെ വചനം ഇതാ പറയുന്നത്. തിമോത്തിയോസിനോട് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ നല്ല നിലയും മാന്യതയും കൈവരിക്കും. പ്രൈസ് ഗോഡ്. ഒരു ഭക്തൻ അവനെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവനെ ഉയർത്തുന്നത് മറ്റുള്ളവർക്ക് നടുവിൽ അവനെ ബഹുമാനിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നടുവിൽ അവനെ ഉയർത്തുന്നത് തൻ്റെ ചുറ്റുമുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി. ആമേൻ. എന്നെ മറ്റുള്ളവർക്ക് നടുവിൽ മാനിച്ചു എന്നല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ഉയർത്തി. പ്രൈസ് ഗോഡ്. എൻ്റെ ഉയർച്ച മറ്റു ചിലരുടെ അനുഗ്രഹത്തിന് കാരണമാകുവാൻ തക്കവണ്ണം ദൈവം എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവം എൻ്റെ കരത്തെ നിറയ്ക്കുമ്പോൾ, ഞാൻ മറ്റുള്ളവരെക്കാൾ മാന്യനാകുന്നത് അവർക്കൊരു തണലും തണുപ്പുമായിരിക്കുമ്പോഴാണ്. പ്രൈസ് ഗോഡ്. ജോസഫിനെ ദൈവം അങ്ങനെ ഉയർത്തിയത്.
സഹോദരന്മാർക്കിടയിൽ അവനെ ദൈവം മാനിച്ചത് അവന് വേണ്ടിയല്ല, മറിച്ച് അവൻ നിമിത്തം മറ്റ് 11 പേർ ആശ്വസിക്കപ്പെടുവാന്. ഇതാണ് ഈ ബൈബിളിലെ ദൈവ അനുഗ്രഹത്തിൻ്റെ ലക്ഷണം. എല്ലാവർക്കും ഇല്ലാത്തത് പലതും ദൈവം എനിക്ക് തന്നു, എന്നെ മാന്യനാക്കിയെന്നല്ല, മറിച്ച് അവർക്കൊക്കെ കൊടുക്കേണ്ടതിന്, അളന്നു കൊടുക്കേണ്ടതിന്, വിളമ്പിക്കൊടുക്കേണ്ടതിന്, അവരെയൊക്കെ തൃപ്തരാക്കേണ്ടതിന് എൻ്റെ കരത്തിൽ ദൈവം തന്നു. അതൊരു സ്റ്റുവാർഡ്ഷിപ്പാണ്. പലപ്പോഴും ഈ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കാര്യവിചാരകത്വമാണ്, ഒരു സ്റ്റുവാർഡ്ഷിപ്പാണെന്ന് നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ശിശുക്കളെ പോലെ പറയുന്നത് മറ്റുള്ളവർക്കിടയിൽ അവർക്ക് ആർക്കും കൊടുക്കാത്തതൊക്കെ ഞങ്ങൾക്ക് തന്നെന്ന്. പ്രൈസ് ഗോഡ്. അതൊരിക്കലും ബിബ്ലിക്കലല്ല, അതൊരിക്കലും ദൈവോധന പ്രകാരമല്ല, മറിച്ച് ദൈവം നിങ്ങളെ ഉയർത്തുന്നത് മറ്റു ചിലർക്ക് വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്. 23-ാം സങ്കീർത്തനത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എൻ്റെ ശത്രുക്കൾ കാണുക അവൻ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്നൊക്കെ പറയുന്നത്. ശത്രുക്കൾ കാണുക ഊണുമേശ ഒരുക്കുന്നത് ശത്രുവിന് വിശക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ഊണുമേശയിൽ എൻ്റെ ശത്രു വന്നിരുന്ന് കഴിക്കും. പ്രൈസ് ഗോഡ്. ആമേൻ. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ പ്രാർത്ഥനയിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞ ആ വാക്യത്തിലേക്ക് വരാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്തു ചോദിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. കണ്ടോ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-8 വാക്യത്തിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു എന്ന്. ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു, എല്ലാവർക്കും. ആ വാക്യമാണ് അവിടെ പ്രസക്തമായത്. എന്നാൽ ഇവിടെ പറയുന്നു എല്ലാവർക്കും ലഭിക്കുമെന്നല്ല, എന്തു ചോദിച്ചാലും ലഭിക്കും. പ്രൈസ് ഗോഡ്. എന്തു ചോദിച്ചാലും ലഭിക്കും. ഇത് പ്രാർത്ഥന നമ്മളെ ഒരു ദൈവത്തിൻ്റെ ഒരു അൺലിമിറ്റഡ് ആക്സസിലോട്ട് നമ്മളെ കൊണ്ടുചെല്ലുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ തൻ്റെ പരിധികൾക്കകത്തു നിന്ന് ദൈവത്തിൻ്റെ ആ അപരിമേയമായ അൺലിമിറ്റഡായ അനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അതിൻ്റെ പേര് അത്ഭുതം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് എന്ത് ചോദിച്ചാലും. എന്താ അവൻ്റെ കൽപ്പന? ഇനി അടുത്ത വാക്യത്തിൽ വീണ്ടും യോഹന്നാൻ പറയുന്നു അവൻ്റെ കൽപ്പനയോ അഥവാ പിതാവിൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. യെസ്, നമ്മൾ ആ കൽപ്പന പാലിച്ചവരാ. എന്താ? നമ്മൾ യേശുക്രിസ്തുവിനെ ദൈവത്തിന് അംഗീകരിച്ചവരാ. ആമേൻ. അടുത്തത്, അങ്ങനെ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിച്ചവർ തങ്ങളിൽ സ്നേഹിക്കണം. ആമേൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരൊറ്റ കൽപ്പനയുള്ളൂ. ആ കൽപ്പന എന്താണെന്നറിയാമോ? ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന കൽപ്പന എന്താ? യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവൻ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ദൈവം നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അതേ അളവിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അതേ സ്കെയിലിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ നമ്മളെയൊക്കെ ഈ ലോകത്ത് ദൈവം ആക്കിയിരിക്കുന്നത് തങ്ങളെ സ്നേഹിക്കാനാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തങ്ങളിൽ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ആമേൻ. നമ്മൾ പറയുന്ന ചില പ്രത്യേക അടയാളങ്ങൾ കൊണ്ടല്ല നമ്മെ ആളുകൾ തിരിച്ചറിയേണ്ടത്, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം തങ്ങളിൽ സ്നേഹിക്കുന്ന, കരുതുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ ഇടപെടലുകളിൽ കൂടി നമ്മെ മറ്റുള്ളവരെ അറിയുവാൻ ദൈവം ആഗ്രഹിക്കുക. 1 യോഹന്നാൻ 3:22 അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചോദിച്ചാലും ദൈവം നൽകും, പക്ഷെ അവൻ്റെ കൽപ്പനകളെ പാലിക്കണം. കൽപ്പനകൾ എന്താ നാം ചിന്തിച്ചു? 2 കൽപ്പനകളാണ് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൊന്ന് യേശുക്രിസ്തുവിനെ ദൈവത്തിനെന്ന് നാം വിശ്വസിക്കണം. 2, അങ്ങനെ വിശ്വസിച്ചവൻ സഹോദരനെ സ്നേഹിക്കണം. ഈ 2 കൽപ്പന ചെയ്യുന്ന ഒരുവനോട് കർത്താവ് പറയുകയാണ്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചവന് പ്രസാദമുള്ളത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്തു ചോദിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ആമേൻ. ഇനി വീണ്ടും
ദൈവവചനത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ തന്നെ താൻ എഴുതിയ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ദൈവവചന ഭാഗം യോഹന്നാൻ കോട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ പറയുന്നത്: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്. ഈ വചനം എന്തുമാത്രം ശക്തിമത്താണ്. ആമേൻ. ദൈവം ഒരു മനുഷ്യനോട് പറയുന്നു, നീ ചോദിക്കുന്നത് എന്തും ലഭിക്കും. ആമേൻ. പക്ഷെ അതിന് പറയുന്ന ഒരു ക്ലോസ് ഇതാണ്: നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം, എങ്കിൽ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ള കാര്യത്തിൽ ദൈവത്തിന് ഭയങ്കര ഉറപ്പാണ്. നമ്മുടെ സകല പ്രാർത്ഥനകൾ കേൾക്കുമെന്നുള്ള കാര്യത്തിൽ കർത്താവിന് ഉറപ്പാണ്. കർത്താവ് ചോദിക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക്, താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഞാൻ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? നമുക്ക് ഉറപ്പുണ്ടോ? ആമേൻ. ദൈവം തന്നിൽ തന്നെ ഉറച്ചിരിക്കുന്നു, ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കും. നമ്മുടെ ഉറപ്പ് എന്താണ്? ഹല്ലേലൂയ. നമ്മൾ ഈ കേൾക്കുന്ന പ്രാർത്ഥനയുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ചാണ്. ആമേൻ. പ്രാർത്ഥനയുടെ പ്രാഗൽഭ്യം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഏത് കാര്യവും ചെയ്തു തരാൻ പിതാവ് ഒരുക്കമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വമെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ആ മഹത്വം എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിക്കുക. മഹത്വം എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ ഡോക്സ എന്നാണ്. ഡോക്സ എന്ന് പറഞ്ഞാൽ വലിപ്പം. അപ്പം നമ്മുടെ ലൈഫിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ആ വലിപ്പം മറ്റുള്ളവർ അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്വീകരിച്ചവരാ. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ വലിപ്പത്തെ അനേകരറിയുമാറ് ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടുവാൻ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. കർത്താവ് നമ്മുടെ ഉറപ്പ് പറയുന്ന, നിങ്ങൾ ഈ ദൈവവചനം സ്വീകരിക്കുമ്പോൾ ഇതൊരു മനുഷ്യന്റെ വചനമായി ഏറ്റെടുക്കരുത്, മറിച്ച് ദൈവത്തിന്റെ വചനമാണ്. ആമേൻ. തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച ആ ദൈവവചനത്തെ കേവലം ഒരു മനുഷ്യന്റെ പ്രസംഗമായിട്ടല്ല, സാക്ഷാൽ ദൈവവചനമായിരിക്കുന്നത് പോലെ നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് അത് നിങ്ങളിൽ വ്യാപരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഏത് ദൈവവചന ശുശ്രൂഷകളും, പരിശുദ്ധാത്മാവിലുള്ള ഏത് ദൈവവചന ശുശ്രൂഷകളും കേവലം ഒരു പ്രസംഗമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കരുത്. അത് സാക്ഷാൽ ദൈവവചനമായിരിക്കുന്നത് പോലെ നിങ്ങളത് സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ഈ പുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല ദൈവത്തിൻ്റെ വചനം, അത് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നതാണ്. ആമേൻ. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ ആ വാക്യത്തിൻ്റെ ഉറപ്പ് ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, ഞാൻ ചെയ്തു തരും. ആമേൻ. കാരണം പിതാവ് നമുക്ക് അനുകൂലമാണ്. പ്രൈസ് ഗോഡ്. യോഹന്നാൻ 1-ാം ലേഖനം 5-14 വീണ്ടും ഈ വാക്യത്തെ അല്പം കൂടെ വിപുലമാക്കി ഓർപ്പിക്കുകയാണ്. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തു ചോദിച്ചാലും അവൻ നമുക്ക് ചെയ്തു തരുമെന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. എന്താ ഈ പ്രാർത്ഥനയിലെ നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം?
പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ്റെ ധൈര്യം എന്താ? ആ 2 വാക്യങ്ങൾ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക. ഇത് തുടർമാനമായി നാം ചിന്തിക്കേണ്ടുന്ന ദൈവവചന ഭാഗമാണ്. അതിങ്ങനെയാണ്: അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തു ചോദിച്ചാലും അവൻ നമുക്ക് ചെയ്തു തരും. ഇതാണ് നമ്മുടെ ധൈര്യം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ വീണ്ടും പറയുന്നു, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നുവെന്ന് അറിയുന്നെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചുവെന്നും നാം അറിയുന്നു. ഇതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തെ കടന്ന് വിശ്വസിക്കുക, ഒരു പടി കടന്ന് വിശ്വസിക്കുക. ആമേൻ. അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ ആ അപേക്ഷ കേട്ടിരിക്കുന്നു. നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ നാം അറിയേണ്ടുന്നൊരു കാര്യമാണ്, നമ്മൾ എത്രത്തോളം ഹൃദയപൂർവ്വം ദൈവത്തെ വിശ്വസിക്കുന്നുവോ അത്രത്തോളം ദൈവഹൃദയത്തിനത് പ്രസാദമാണ്. അങ്ങനെ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഭക്തന്മാരുടെ ചരിത്രമാണ് എബ്രായ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. എബ്രായ ലേഖനം 11 അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ഹാബേൽ മുതൽ ഇങ്ങോട്ട് വിശ്വസിച്ച ഒരു വലിയ കൂട്ടത്തെ. അപ്പം ആ വിശ്വസിച്ച ഒരു കൂട്ടത്തിൻ്റെ പ്രത്യേകത, അവരെല്ലാം തങ്ങളുടെ കാലയളവുകളിൽ, ജീവിത കാലയളവുകളിൽ ദൈവത്തെ മാത്രം വിശ്വസിച്ചു. സാഹചര്യങ്ങളെ വിശ്വസിച്ചില്ല, കാലഘട്ടത്തെ വിശ്വസിച്ചില്ല, ജനത്തിൻ്റെ വാക്കുകളെ വിശ്വസിച്ചില്ല, ലോകത്തിൻ്റെ രീതികളെ വിശ്വസിച്ചില്ല. അവർ ദൈവത്തെ മാത്രം വിശ്വസിച്ചു. അതിൽ ദൈവം പ്രസാദിച്ചു. അവരെ വിശ്വാസത്തിലാണ് ദൈവം പ്രസാദിച്ചത്. ആമേൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. നിങ്ങൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ സാഹചര്യങ്ങളെ വിശ്വസിക്കരുത്, ദൈവത്തെ മാത്രം വിശ്വസിക്കുക. ആമേൻ. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറഞ്ഞോ അതല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ദൈവവചനം നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു അത് മാത്രം വിശ്വസിക്കുക. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതും ആശ്രയിച്ചതും ദൈവവചനത്തെ ആകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങൾ നിവൃത്തിയാക്കുവാൻ ദൈവം ബാധ്യസ്ഥനാണ്. പ്രൈസ് ഗോഡ്. ഭക്തനായ ഒരു ദൈവഭൃത്യൻ ആയിരക്കണക്കിന് ദൈവ മക്കളുടെ ഇടയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവഭൃത്യൻ ഇപ്രകാരം തന്നെ സാക്ഷ്യം പറഞ്ഞു. അത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, യേശുവേ അവിടുന്ന് എൻ്റെ കർത്താവാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഒരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലും അകപ്പെടുമ്പോൾ, യേശുവേ അങ്ങ് ഈ പ്രശ്നങ്ങളുടെയും കർത്താവാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്നത് പോലെ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്തെല്ലാം കർത്താവിൻ്റെ നാമത്തെ നിങ്ങൾ ചേർക്കുക. ഏതു കാര്യം, നെഗറ്റീവ് ആകട്ടെ പോസിറ്റീവ് ആകട്ടെ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ ഇടകലർത്തുക. അതിൻ്റെ കർത്തൃത്വം ക്രിസ്തുവിന് വിട്ടുകൊടുക്കുക. ഒരത്ഭുതം നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. നമുക്കിന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ഒരു ഫലകരമായ പ്രാർത്ഥന. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമാറ് പ്രാർത്ഥനകളുടെ മറുപടികൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നമുക്ക് കണ്ണു അടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വമെടുക്കുമാറ് പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് മൂലം ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും അവിടുന്ന് ചെയ്യുവാൻ പോകുന്ന എല്ലാ അത്ഭുതങ്ങൾക്കായും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പുത്രൻ്റെ നാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തി ഇന്ന് പകൽ ഞങ്ങൾക്ക് തരുന്ന എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. പുതിയ ഒരു ദൈവവചന ചിന്തയുമായി വീണ്ടും കാണാം. കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടി ഇരിക്കട്ടെ.